ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കിലാഞ്ചിയും പാലും ലക്ഷദ്വീപിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഡിഷാണ്. അതിഥി സൽക്കാരത്തിനായിട്ട് അവർ തയ്യാറാക്കുന്ന ഒന്നാണ് ഈ കിലാഞ്ചിയും പാലും. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ഇത് ഒരു പ്രാവശ്യം ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു രുചി തന്നെയാണ് ഈ കിലാഞ്ചിയും പാലും. ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. പച്ചരിയും മുട്ടയും ചെറുപഴവും തേങ്ങാപ്പാലും ഏലക്കായും മാത്രം മതിയാകും. അതുപോലെ ഒരുപാട് സമയമൊന്നും ഈ അരി കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം വെള്ളമൊഴിച്ച് നമുക്കൊരു 2 മണിക്കൂർ ഇത് കുതിർക്കാനായിട്ട് വയ്ക്കാം. നമുക്ക് അരി കുതിർക്കാനായിട്ട് വച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കിയാൽ മതിയാകും. തേങ്ങാപ്പാൽ തയ്യാറാക്കി പാലും പഴവും കൂടി മിക്സ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി കുതിർന്ന് കിട്ടും. അപ്പോൾ ഞാനിവിടെ 1 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിപ്പാലാണ്. വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് ആറിയ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ ഈ തേങ്ങാപ്പാൽ തിളപ്പിക്കുന്നില്ല. അതുകൊണ്ട് ചെറിയ ചൂടോടുകൂടി നിങ്ങൾ വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ നല്ല പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇതിലേക്ക് 1/4 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓർഗാനിക് ആയിട്ടുള്ള കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയാണ്. ചെറുപഴം ഞാനൊരു 7-8 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് പൂവൻ പഴമാണ്. റോബസ്റ്റ പഴത്തിലും തയ്യാറാക്കാം. പൂവൻ പഴമാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ശർക്കരയിൽ കല്ലും മണ്ണും ഒന്നും കാണരുത്. ഉണ്ടെങ്കിൽ നിങ്ങളൊരല്പം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരിച്ച് വേണം ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പാലും പഴവും കിലാഞ്ചിക്ക് കൂടെ കഴിക്കാനുള്ള ഈ ഒരെണ്ണം തയ്യാറായിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ കുതിർന്ന അരി നമുക്കൊരു മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. കുതിർക്കാൻ വെച്ച വെള്ളം നമ്മൾ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം വേണം അരയ്ക്കാൻ ഉപയോഗിക്കാൻ. ഇത് ആദ്യം വെള്ളമൊന്നും നമുക്ക് ചേർക്കാതെ ആദ്യം നമുക്കൊന്ന് പൊടിച്ചിട്ട് വരാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ അരിയും ഈക്വലായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഒന്ന് പൊടിയാതെയും ഒന്ന് പൊടിഞ്ഞും അങ്ങനെയൊന്നും കിടക്കത്തില്ല. എല്ലാ അരിയും നമുക്ക് ഒരേപോലെ ആദ്യം ഒന്ന് പൊടിഞ്ഞ് കിട്ടും. വീണ്ടും നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നമുക്ക് അരച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പച്ചരി നല്ലതുപോലെ അരഞ്ഞ് കിട്ടും. വെള്ളം ആദ്യം ചേർക്കാതെ ഈ രീതിയിൽ അരയ്ക്കുകയാണെങ്കിൽ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒട്ടും തരിയില്ലാതെ നമുക്ക് അരഞ്ഞ് കിട്ടും. ഇതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഇത് ഒരു ബൗളിലേക്ക് ചേർത്തതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഈ മിക്സി കൂടി കഴുകി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പച്ചരിക്ക് 2 കപ്പ് വെള്ളം, ഇതാണ് അളവ്. ഇതിന് വെള്ളം കൂടുതൽ വേണം. അതുകൊണ്ട് ഏതാണ്ട് നമ്മുടെ നീർദോശ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആ ടൈപ്പ് പോലെ ഇരിക്കും ഇത്. ഈ കിലാഞ്ചി കാണാനായിട്ട് വളരെ കട്ടി കുറഞ്ഞ് നല്ല ഗ്ലാസ് പോലെ ആണ് ഇത് കിലാഞ്ചി തയ്യാറാക്കി വരുമ്പോൾ കാണാനായിട്ട് ഇരിക്കുക. കടായി ചൂടാക്കി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് ഇത് ചൂടായതിന് ശേഷം 1 തവി കോരി ഒഴിച്ച് ഇതുപോലെ ചിറ്റിച്ച് കൊടുത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു 35-45 സെക്കൻഡിനുള്ളിൽ ഇത് തയ്യാറാക്കി കിട്ടും. വളരെ തിന്നായിട്ടുള്ള, വളരെ കണ്ണാടി പോലെ കാണാനായിട്ട് അങ്ങനെയാണ് ഈ കിലാഞ്ചി തയ്യാറായി വരിക. ലക്ഷദ്വീപിലാണെങ്കിൽ അവർ ഇതുപോലെ അല്ല തയ്യാറാക്കാറ്. അവർ അടുപ്പ് തീ പറ്റിച്ച് ട്രഡീഷണലായിട്ട് അടുപ്പിൽ പറ്റിച്ചതിന് ശേഷം വലിയ ഉരുളിയിൽ വലിയ കിലാഞ്ചിയാണ് അവർ തയ്യാറാക്കിയെടുത്ത് 4 വശവും സ്ക്വയർ രൂപത്തിലാണ് അവർ ഫോൾഡ് ചെയ്ത് എടുക്കാറ്. ഇതിപ്പോൾ ചെറുതായത് കൊണ്ടാണ് നമ്മളിപ്പോൾ ട്രയാങ്കിളായിട്ട് വയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ ഉരുളി ഉണ്ടെങ്കിൽ അടുപ്പിലും നിങ്ങൾക്ക് തയ്യാറാക്കിയാൽ നല്ല സൂപ്പറായിട്ടുള്ള കിലാഞ്ചി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ എല്ലാ കിലാഞ്ചിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10-15 കിലാഞ്ചിയോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് 1 കപ്പ് പച്ചരിയിൽ. ഇനി നമുക്ക് കഴിക്കാനായിട്ടൊന്ന് സെർവ് ചെയ്യാം. കിലാഞ്ചി ആദ്യം വച്ചതിന് ശേഷം നമുക്ക് ഈ പാലും പഴവും കൂടി തയ്യാറാക്കി വച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഈ ടേസ്റ്റ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം വരും. പിന്നെ ഈ കിലാഞ്ചിക്ക് കഴിക്കാനായിട്ട് തയ്യാറാക്കിയ ഈ തേങ്ങാപ്പാലും പഴവും നമുക്ക് ഇടിയപ്പവും ദോശയും പുട്ടും ഒക്കെ കഴിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരെണ്ണമാണ്. ഇനി ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.